നല്ല മാങ്ങ. ഓ, പൊള്ളുന്ന വിലയാണേ. ഇങ്ങനെയൊക്കെ ആയ മനുഷ്യരിത് എങ്ങനെ വാങ്ങിച്ച് കഴിക്കും? സാധാരണക്കാരൻ അന്ന് ഇത് കാണാനല്ലാതെ അത് വാങ്ങാൻ പറ്റുമോ എന്ന് വിചാരിക്കുകയും വേണ്ട. ഏ എന്തോ ഒരു പന്തിയിടുണ്ടല്ലോ. ചെങ്ങോട്ട് പോയി വശത്ത് തന്നെ. പെട്ടെന്ന് വാ. ഒരു കൊച്ചിക്ക് സാധനം എടുത്തോണ്ട് പോണം. വാ വാ പോണം. നോക്ക്. ആഹാ, കൊള്ളാനടി. ഞാൻ കുറെ നേരോട്ട് ഞാൻ ഇവളെ ശ്രദ്ധിക്കണം. ഇവളെ കണ്ട ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണെന്ന് തോന്നുമല്ലോ. എടുത്തില്ല പോലും. ആഹാ, മോളെ ഇത് പാവപ്പെട്ട വീട്ടിലെ കുട്ടിയൊന്നുമല്ല. പാവപ്പെട്ട വീട്ടിൽ മോട്ടിക്കും. എട് മോളെ, ഇത് മുളയിലേ നുള്ളണം. മോൾ പോലീസിനെ വിളി, പെട്ടെന്ന് വിളി. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? ഇത് മാർഗ ബസാർ സൂപ്പർ മാർക്കറ്റിൽ നിന്നാ. കളയണ്ട നീ. ഞാൻ കുറെ നേരോട്ട് ശ്രദ്ധിച്ചോണ്ട് എന്നടി നിന്നത്. മോക്ക് സംശയമുള്ളതാ. ഈ വേഗം അങ്ങോട്ട് പരിശോധിച്ച് നോക്ക്. നോക്ക്. കണ്ട എന്തുമാത്രം സാധനങ്ങൾ എടുത്തേക്കണം. കറക്റ്റിനായിട്ട് എടുത്ത് വെച്ചേക്കല്ലേ കള്ളി. ഈ കണ്ടാ പറയൂപ്പാ. നോക്ക്, 1-2 സാധനങ്ങളാ. എന്തുമാത്രം സാധനങ്ങള്.
എവിടെ തത്ത പറയുമ്പോൾ വിളി, മോള് പോലീസിനെ വിളി. ഓടണ്ട, നിരടി അവിടെ. ഓട്. സാർ, ഞാനാണ് വിളിച്ചത്. അതെ സാറേ, പേര് കള്ളിയാണ് അവള്. കണ്ട, ഇതിനെയൊക്കെ ഇങ്ങനെ വിടരുത് സാറേ. സാർ ചോദിക്കുമ്പോൾ ചോദിച്ചാ മതി. അവള് തത്ത പറയും പോലെ പറയും. എന്താണ് നിന്റെ പേര്? പേരെന്താണെന്ന് ഞാൻ ചോദിച്ചത്. കണ്ട, കരയണേലുണ്ട് അവള് മിണ്ടണം. ഇത് അപർണ മോളല്ലേ? മോളെങ്ങനെ? നിങ്ങൾക്ക് ഈ കുട്ടിയെ അറിയാം? എനിക്കറിയാം, എന്റെ വീടിന്റെ അടുത്തുള്ള കുട്ടിയാണ്. പാവം പിടിച്ച വീട്ടിലെ കുട്ടിയാണ് സാറേ. അതിന്റെ അച്ഛനും അമ്മയും കിടപ്പില്ല സാറേ. സാറ് ഒന്നൊന്ന് നോക്കണം. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ കുട്ടി വണ്ടി എനിക്ക് വരാൻ പറ്റില്ല. എന്റെ മക്കളൊക്കെ അങ്ങ് ബാംഗ്ലൂരാണ്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. കുട്ടിയെ കൊണ്ട് വണ്ടി കയറ്. ഒരു മനുഷ്യരെ വിലക്കെടുത്താനായിട്ട് ഓരോന്ന് ഇറങ്ങിക്കോളും. എല്ലാവരും ഇറങ്ങി. നിങ്ങളുടെ മോള് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മോഷണം നടത്തി. എന്റെ മോൾ അങ്ങനെ മോട്ടിക്കൂല സാറേ. എന്റെ കൊച്ചുങ്ങൾ ആരെ വക എടുക്കൂല. ഇന്ന് 2-3 ദിവസമായി സാറേ ഭക്ഷണം കഴിച്ചിട്ട്. നാട്ടുകാർ വല്ലതും തിന്ന് തന്നാണ് ഞങ്ങൾ കഴിക്കണത്. ഈ കൊച്ചിന്റെ കരച്ചിൽ കൊണ്ട് സഹിക്കാൻ വയ്യാതെ എന്റെ മോളിന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോയതാണ് സാറേ. ഞങ്ങള് കള്ളരല്ല. അതിന്റെ അച്ഛന് സുഖമില്ലാതെ ആ പേരകത്ത് കിടക്കാണ് സാറേ. സാറിന് സംശയം ഉണ്ടെങ്കിൽ സാറ് കയറി നോക്ക് സാറേ. ഞങ്ങൾ ആരെ പോലും മോട്ടിക്കൂല സാറേ. ഈ ഇളയ കുട്ടിയുടെ വിശപ്പ് കൊണ്ട് സഹിക്കാൻ വയ്യാതെ എന്റെ കുട്ടി ചെയ്ത തെറ്റാണ് സാറേ. ക്ഷമിക്കണേ സാറേ. കണ്ടല്ല സാറേ. സാറ് കയറി നോക്കണം. അപ്പൊ സാറിന് സത്യം ബോധ്യാവും. എന്താ സാറേ? ഈ കുട്ടി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മോഷണം നടത്തി. അങ്ങനെ വന്നതാ. ഈ കുട്ടി അങ്ങനെ മോട്ടിക്കുന്ന കുട്ടിയല്ല സാറേ. നിങ്ങളാരാ? അച്ഛനും അമ്മയും സുഖമില്ലാത്ത കുട്ടിയാ. നമ്മുടെ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. സാറ് അകത്ത് കയറി നോക്കൂ. താനും വാ. അയ്യോ, എന്റെ വീട് എന്നെ കൊല്ലാതെ എന്റെ വീട്. അയ്യോ, അമ്മൂ അമ്മൂ, എനിക്ക് വേദനിക്കുന്നല്ലോ. വെള്ളം തരൂ, വെള്ളം തരൂ. തല പൊട്ടുകേ. വല്ലാത്ത കഷ്ടം. ഇവമേ എന്തെന്നാ കണ്ട ജന്മത്വം.
ഇവർക്ക് എന്തെങ്കിലും ഭക്ഷണം മേടിച്ചു കൊടുക്കും. ചോറ് വാങ്ങിയാ പോരെ? ഇനി ഈ കുട്ടി എന്താ ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട സാറേ, ഞാനിതൊന്നും അറിഞ്ഞില്ല സാറേ. ഇതൊരു വല്ലാത്ത അവസ്ഥ. പോട്ട് മോളെ, അമ്മാമ്മയോട് ക്ഷമിച്ചോളാം. മോള് മെഡിക്കായിട്ട് പഠിച്ചു വന്നാ മതി സാറേ, ഒന്നും ചെയ്യണ്ട സാറേ. മോളെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10ല്. പഠിക്കാനൊക്കെ പറ്റുന്നുണ്ടോ? ഉം? മോള് കഴി. സണ്ണി ഉണ്ണി. സണ്ണി. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു ആദിവാസി യുവാവിനെ തല്ലിക്കൊന്ന നാടാണ് നമ്മുടെ കേരളം. പണം എല്ലാവർക്കും ഉണ്ടാവും, എന്നാൽ ഇതുപോലുള്ള പാവപ്പെട്ട കുടുംബങ്ങളെ ചേർത്ത് നിർത്തുമ്പോഴാണ് നമ്മളെല്ലാം മനുഷ്യരാവുന്നത്. അത് തന്നെ സാറേ. മോളെ നല്ലപോലെ പഠിക്കണം. അച്ഛനമ്മയും നോക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അമ്മാമ്മ അറിഞ്ഞില്ല മോളെ. പോട്ട്. ഇതൊന്നും ആർക്കും അറിയില്ലല്ലോ. മോള് വിഷമിക്കണ്ട, ഇവിടത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. മോള് നന്നായി പഠിച്ചാൽ മാത്രം മതി. ഓടി പുണ്യം കിട്ടും മോളെ. എന്തു തന്നെ ആയാലും മോഷണം കുറ്റകരമാണ്. ഇനി നമ്മുടെ നാട്ടിൽ പട്ടിണി കൊണ്ട് ആരും മരിക്കരുത്, കള്ളനും കള്ളിയുമായി മാറുകയും വരുത്.